അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സൂറത്ത് യാസീനിലെ ആദ്യത്തെ 19 ആയത്തുകൾ കഴിഞ്ഞ വീഡിയോകളിലൂടെയായി നമ്മൾ പഠിച്ചു. ഇൻഷാ അല്ലാഹ് ഇന്ന് 20 മുതൽ 25 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം ഈ ആയത്തുകളുടെ പാരായണത്തിലേക്ക് കടക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين. اتبعوا من لا يسألكم أجرا وهم مهتدون. وما لي لا أعبد الذي فطرني وإليه ترجعون. أأتخذ من دونه آلهة إن يردني الرحمن بضر لا تغن عني شفاعتهم شيئا ولا ينقذون. إني إذا لفي ضلال مبين. إني آمنت بربكم فاسمعون. ആദ്യം 20-ാമത്തെ ആയത്തിൽ ആദ്യത്തെ വാക്ക് വജാ എന്നാണ്. മദ് വാജിബ് മുത്തസിൽ നമുക്കിവിടെ കാണാം. 4-5 ഹർക്കത്ത് ദൈർഘ്യം കൊടുക്കേണ്ടതാണ്. മിൻ അഖ്സ, നൂനിന് ശേഷം സാക്കിനായ നൂനിന് ശേഷം ഹംസയാണ് വന്നിട്ടുള്ളത്. നൂനിനെ ഇൽഹാർ ചെയ്യണം, വ്യക്തമാക്കി പാരായണം ചെയ്യണം. അഖ്സ എന്ന് പറയുമ്പോൾ ഖാഫിന് ഖൽഖലയുടെ സിഫത്ത് കൊടുക്കേണ്ടതാണ്. റജുലു യസ്അ, ഇവിടെ ലാമിന് മുകളിലുള്ള തൻവീനിനെ ശേഷം വരുന്ന യാവുമായി ലയിപ്പിച്ച് ചേർത്ത് മണിച്ചുകൊണ്ട് വേണം പാരായണം ചെയ്യാൻ. റജുലു യസ്അ. 21-ാമത്തെ വചനത്തിൽ ഇത്തബിഉ എന്നാണ് ആദ്യത്തെ വാക്ക്. ഹംസത്തുൽ വസ്ൽ നമുക്കിവിടെ കാണാം. മുൻപുള്ള ആയത്തിനെ കൂട്ടിച്ചേർത്താണ് പാരായണം ചെയ്യുന്നതെങ്കിൽ അതിന് ഉച്ചാരണം ഉണ്ടാവുകയില്ല. അല്ല എങ്കിൽ ഈ എന്ന ശബ്ദം അവിടെ ഉണ്ടാകും. ഇത്തബിഉ എന്നാണ് പാരായണം ചെയ്യേണ്ടത്. മല്ല, മല്ല, ഇവിടെ നൂനിനെ ലാമുമായി ലയിപ്പിക്കണം, ഉന്നത്ത് ചെയ്യാതെ പാരായണം ചെയ്യണം. മല്ല. അജ്റൗവ, ഇവിടെ തൻവീനിനെ വാവുമായി ലയിപ്പിച്ച് ചേർത്ത് മണിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. വഹും മുഹ്തദൂൻ, 2 മീമിനെയും ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. ഇദ്ഗാം ബിഗുന്ന. 22-ാമത്തെ വചനത്തിൽ ലാ അഅ്ബുദു എന്ന് കാണാം. മദ് മുൻഫസിലാണ്. 4-5 ഹർക്കത്ത് ദൈർഘ്യം കൊടുക്കണം. നമ്മുടെ പാരായണ രീതിക്കനുസരിച്ച് 2, 4, 6 ഹർക്കത്ത് ദൈർഘ്യവും ആകാവുന്നതാണ്. 23-ാമത്തെ വചനത്തിൽ മിൻ ദൂനിഹി, ഇവിടെ നൂനിനെ നമ്മൾ ഇഖ്ഫാ ചെയ്യണം, മറച്ച് പിടിച്ച് മണിച്ചു കൊണ്ടുവേണം പാരായണം ചെയ്യാൻ. അതുപോലെ ദൂനിഹി ആലിഹ, ഇവിടെ മദ് സില അൽ കുബ്ര നമുക്ക് കാണാം. ഹ ഉദ്ദമീറിന് ശേഷം ഹംസ വരുന്നു. 4, 5 ഹർക്കത്ത് ദൈർഘ്യം കൊടുക്കേണ്ടതാണ്. ആലിഹത്തൻ എന്ന് പറയുമ്പോൾ തൻവീനിനെ നമ്മൾ ഇൽഹാർ ചെയ്യുന്നുണ്ട്, കാരണം ശേഷം വരുന്നത് ഹംസയാണ്. ഈ യുരിദിനി, ഇവിടെ നൂനിനെ യാവുമായി ലയിപ്പിച്ച് ചേർത്ത് മണിച്ച് പാരായണം ചെയ്യണം. അതുപോലെ യുരിദിനി, ദാലിന് സുക്കൂനുള്ള ദാലിന് ഖൽഖലയുടെ സിഫത്ത് കൊടുക്കേണ്ടതാണ്. ബിദുരില്ല, ഇവിടെ തൻവീനിനെ റായിന് താഴെയുള്ള തൻവീനിനെ ലാമുമായി ലയിപ്പിച്ച് ചേർത്ത് ഇദ്ഗാം ബിലാ ഗുന്ന ചെയ്തുകൊണ്ട് വേണം പാരായണം ചെയ്യേണ്ടത്. അന്നി എന്ന് പറയുമ്പോൾ സുക്കൂനുള്ള നൂനി ശദ്ദുള്ള നൂനിന് 2 ഹർക്കത്ത് ഉന്നത്ത് കൊടുക്കേണ്ടതാണ്. ഷൈഅൻ വല, തൻവീനിനെ വാവുമായി ലയിപ്പിച്ച് ചേർത്ത് മണിച്ച് പാരായണം ചെയ്യണം. യുൻഖിദൂൻ, ഇവിടെയുള്ള നൂനിനെ നമ്മൾ മറച്ച് പിടിച്ച് മണിച്ചുകൊണ്ട് പാരായണം ചെയ്യണം. ഇഖ്ഫാ. 24-ാമത്തെ വചനത്തിൽ ഇന്നി, ശദ്ദുള്ള നൂനാണ്, 2 ഹർക്കത്ത് ഉന്നത്ത് കൊടുക്കണം. അതുപോലെ യാഇന് ശേഷം ഹംസ വരുന്നു, മദ് മുൻഫസിലാണ്. ഇദല്ലഫി,
ഇവിടെ തെൻവീനിനെ ലാമുമായി ലയിപ്പിച്ച് പാരായണം ചെയ്യണം, മണിക്കാതെ. ഇദല്ലഫി ളലാലിം മുബീൻ, തെൻവീനിനെ മീമുമായി ലയിപ്പിച്ച് ചേർത്ത് മണിച്ച് പാരായണം ചെയ്യണം. 25-ാമത്തെ വചനത്തിൽ ഇന്നി, നമ്മൾ മുൻപ് പറഞ്ഞ പോലെ ഷദ്ദുള്ള നൂനിന് 2 ഹർക്കത്ത് ഉന്നത്ത് കൊടുക്കണം. അതുപോലെ ഇന്നി ആമന്തു അല്ലേ, ശേഷം യാന് ശേഷം ഹംസയാണ് വരുന്നത്, മദ് മുൻഫസിൽ നമുക്കിവിടെ കാണാം. അതുപോലെ ആമന്തു, നൂനിനെ മറച്ചു പിടിച്ച് മണിച്ചു കൊണ്ട് വേണം പാരായണം ചെയ്യാൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ആയത്തുകളുടെ ആശയങ്ങളിലേക്ക് കടക്കാം. 20-ാമത്തെ ആയത്തിൽ വജാഅ, വജാഅ എന്ന് പറഞ്ഞാൽ വന്നു. മിൻ അഖ്സ, അഖ്സ എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റം എന്നാണ് അർത്ഥം. മിൻ അഖ്സ, അങ്ങേ അറ്റത്ത് നിന്ന്, ദൂരത്ത് നിന്ന്. അൽ മദീനത്തി, പട്ടണത്തിൻ്റെ, നഗരത്തിൻ്റെ. റജുലുൻ, ഒരു പുരുഷൻ, ഒരു മനുഷ്യൻ. യസ്അ, യസ്അ എന്ന് പറഞ്ഞാൽ ഓടിക്കൊണ്ട്. ഖാല, അദ്ദേഹം പറഞ്ഞു. യാ ഖൗമി, എൻ്റെ ജനങ്ങളെ. ഇത്തബിഉ, നിങ്ങൾ പിൻപറ്റുവിൻ. അൽ മുർസലീൻ, ദൂതന്മാരെ, മുർസലുകളെ. ആയത്തിൻ്റെ അർത്ഥം, പട്ടണത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന് ഒരു മനുഷ്യൻ ഓടിക്കൊണ്ടുവന്നു. അവൻ പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, നിങ്ങൾ ദൂതന്മാരെ പിൻപറ്റുവിൻ. അപ്പോൾ ഇതുവരെയുള്ള ആയത്തുകളിൽ നമ്മൾ പറഞ്ഞിരുന്നത് ഒരു ജനതയുടെ കഥയെക്കുറിച്ചായിരുന്നു. അവരിലേക്ക് അള്ളാഹു കുറച്ച് ദൂതന്മാരെ, മുർസലുകളെ നിയോഗിച്ചിരുന്നു. എന്നാൽ ഈ ജനത അവരെ നിഷേധിക്കുകയാണ് ഉണ്ടായിരുന്നത്. മാത്രമല്ല, നിങ്ങൾ കാരണം ഞങ്ങൾക്ക് ശകുനപ്പിഴ ബാധിച്ചിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും മറ്റുമെല്ലാം അവർ ചെയ്തിരുന്നു. അങ്ങനെ ഈ ജനതയിലേക്ക് പട്ടണത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് നിങ്ങൾ ഈ ദൂതന്മാരെ പിൻപറ്റുവിൻ എന്ന് ഈ ജനതയോട് പറയുകയാണ്. 21-ാമത്തെ വചനത്തിൽ ഇത്തബിഉ, നിങ്ങൾ പിൻപറ്റൂ. മൻ ലാ യസ്അലുക്കും, നിങ്ങളോട് ചോദിക്കാത്ത ഒരു കൂട്ടരെ. അജ്റൻ, പ്രതിഫലം. വഹും, അവർ മുഹ്തദൂൻ, സന്മാർഗികളുമാണ്. ആയത്തിൻ്റെ അർത്ഥം, നിങ്ങളോട് യാതൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല, തങ്ങൾ സന്മാർഗികളുമാണ്, അങ്ങനെയുള്ളവരെ പിൻപറ്റുവിൻ. അപ്പോൾ ഇതാണ് ദൂരെ നിന്ന് വന്ന ആ മനുഷ്യൻ പറയുന്നത്. ഈ മനുഷ്യൻ ആരാ എന്നുള്ളത് നമുക്ക് അറിയാത്ത ഒരു കാര്യമാണ്. എന്നിരുന്നാലും ഈ വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഗുണകാംക്ഷിയായ, സത്യവിശ്വാസിയായ നല്ലൊരു മനുഷ്യനായിരുന്നു, ഒരു സൽപുരുഷനായിരുന്നു അദ്ദേഹമെന്ന്. ഇമാം റാസി റഹിമഹുല്ല പറയുന്നത് പോലെ, ഈ രാജ്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വന്നിട്ടുള്ള മനുഷ്യൻ ഒരു അപരിചിതനായിരുന്നു എന്ന് നമുക്ക് ഈ ആയത്തുകളിൽ നിന്ന് വ്യക്തമാകുന്നതാണ്. കാരണം അപരിചിതനായ ഒരാളുടെ ഉപദേശം അങ്ങനെ പെട്ടെന്ന് പുറന്തള്ളാൻ, തള്ളിക്കളയുവാൻ ഈ ജനതയ്ക്ക് കഴിയില്ല. കാരണം അപരിചിതനായ ഒരു വ്യക്തി ഒരു കക്ഷി താല്പര്യക്കാരനാണ്, ഒരു പക്ഷം ചേർന്ന് നിൽക്കുന്നവനാണ് എന്ന് ഒരിക്കലും ഈ ജനത കരുതുകയുമില്ല. അങ്ങനെ ഈ വ്യക്തി പറയുന്നത്, നിങ്ങളെ ഉപദേശിക്കുന്ന ഈ ദൂതന്മാർ, അവർ അവരുടെ ഉപദേശം വഴി യാതൊരു കാര്യലാഭവും ഉദ്ദേശിക്കുന്നില്ല. മാത്രമല്ല, അവർ എല്ലാ നിലക്കും നല്ല മനുഷ്യന്മാരാണ്. അങ്ങനെയിരിക്കെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവരുടെ ഉപദേശത്തെ സ്വീകരിക്കാത്തത്? അതിന് യാതൊരുവിധ ന്യായവുമില്ല എന്നാണ് ഈ മനുഷ്യൻ ആദ്യം ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. 22-ാമത്തെ വചനത്തിൽ അദ്ദേഹം പറയുന്നു, അള്ളാഹു പറയുന്നു, വമാലിയ, എനിക്കെന്താണ്, എനിക്ക് പാടില്ല. ലാ അഅ്ബുദു, ഞാൻ ആരാധിക്കുകയില്ല എന്ന്, ആരാധിക്കാതിരിക്കുവാൻ. അല്ലദീ, ഒരുവനെ. ഫതറനീ, എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയ. വ ഇലൈഹി, അവനിലേക്ക് തന്നെ. തുർജഊൻ, നിങ്ങൾ മടക്കപ്പെടുന്നു. ആയത്തിൻ്റെ അർത്ഥം, എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയവനെ ഞാൻ ആരാധന ചെയ്യാതിരിക്കുവാൻ എനിക്കെന്താണ് തടസ്സമുള്ളത്? അവൻ്റെ അടുക്കലേക്ക് തന്നെയാണ് നിങ്ങൾ മടക്കപ്പെടുന്നതും. 23-ാമത്തെ വചനത്തിൽ അഅത്തഖിദു, ഞാൻ സ്വീകരിക്കുകയോ, ഞാൻ ഉണ്ടാക്കുകയോ, മിൻ ദൂനിഹി, അവനു പുറമെ,
ആലിഹത്തൻ വല്ല ദൈവങ്ങളെയും ഈ യുരിദിനി എനിക്ക് ഉദ്ദേശിക്കുന്നതായാൽ അർ-റഹ്മാൻ പരമകാരുണികൻ ബിദുർരിൻ വല്ല ഉപദ്രവത്തെയും ദോഷത്തെയും ലാ തുഗ്നി ഉപകാരപ്പെടുകയില്ല, പര്യാപ്തമാക്കുകയില്ല, ധന്യമാക്കുകയില്ല, അന്നീ എനിക്ക് എന്നെപ്പറ്റി, ശഫാഅത്തുഹും അവരുടെ ശുപാർശ, ഷൈഅൻ യാതൊന്നും തന്നെ ഒട്ടും, വലാ യുൻഖിദൂൻ അവർ എന്നെ രക്ഷപ്പെടുത്തുകയുമില്ല. ആയത്തിൻ്റെ അർത്ഥം, അവന് പുറമെ വല്ല ദൈവങ്ങളെയും ഞാൻ സ്വീകരിക്കുകയോ ആ പരമകാരുണികൻ എനിക്ക് വല്ല ഉപദ്രവവും ഉദ്ദേശിക്കുന്ന പക്ഷം അവരുടെ ശുപാർശ എനിക്ക് ഒട്ടും തന്നെ ഉപകാരപ്പെടുകയില്ല, അവർ എന്നെ രക്ഷപ്പെടുത്തുകയുമില്ല. അപ്പോൾ ഇവിടെ ഈ രണ്ട് വചനങ്ങളിലൂടെ ആ വ്യക്തി അദ്ദേഹം പറയുന്നത്, അള്ളാഹുവിനെ ആരാധിക്കാതിരിക്കുവാൻ എനിക്ക് എന്താണ് തടസ്സമായിട്ടുള്ളത്, മാത്രമല്ല ഞാൻ അള്ളാഹുവിന് പുറമെ ഏതെങ്കിലും ദൈവങ്ങളെ ഞാൻ പ്രതിഷ്ഠിച്ചാൽ അള്ളാഹു എനിക്ക് എന്തെങ്കിലും ഉപദ്രവം ഉദ്ദേശിച്ചാൽ അവരെങ്ങനെ എന്നെ രക്ഷപ്പെടുത്തും, അവർക്കെന്നെ രക്ഷപ്പെടുത്തുവാൻ സാധിക്കുകയില്ല, അവരുടെ ശുപാർശ ഒരിക്കലും അള്ളാഹുവിൻ്റെ അടുത്ത് സ്വീകരിക്കപ്പെടുകയുമില്ല എന്നാണ് ആ വ്യക്തി പറയുന്നത്. 24-ാമത്തെ വചനത്തിൽ ഇന്നി നിശ്ചയമായും ഞാൻ, ഇതൻ അങ്ങനെയാണെങ്കിൽ, ലഫീ ളലാൽ ദുർമാർഗത്തിൽ തന്നെയായിരിക്കും, മുബീൻ സ്പഷ്ടമായ. ആയത്തിൻ്റെ അർത്ഥം, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ നിശ്ചയമായും സ്പഷ്ടമായ ദുർമാർഗത്തിൽ തന്നെയായിരിക്കും, അഥവാ അള്ളാഹുവിന് പുറമെ മറ്റ് ദൈവങ്ങളെ ഞാൻ ആരാധിച്ചാൽ സ്പഷ്ടമായ ദുർമാർഗത്തിൽ തന്നെയായിരിക്കും ഞാൻ എന്ന് ആ വ്യക്തി പറയുകയാണ്. 25-ാമത്തെ വചനത്തിൽ പറയുന്നു, ഇന്നി നിശ്ചയമായും ഞാൻ, ആമൻതു വിശ്വസിച്ചിരിക്കുന്നു, ബിറബ്ബിക്കും നിങ്ങളുടെ റബ്ബിൽ, നിങ്ങളുടെ രക്ഷിതാവിൽ, ഫസ്മഊൻ അതുകൊണ്ട് എന്നെ കേൾക്കുവിൻ, എന്നെ അനുസരിക്കുവിൻ, എനിക്ക് സാക്ഷിയാകുവിൻ. ആയത്തിൻ്റെ അർത്ഥം, നിശ്ചയമായും ഞാൻ നിങ്ങളുടെ രക്ഷിതാവിൽ വിശ്വസിച്ചിരിക്കുന്നു, ആകയാൽ നിങ്ങളെന്നെ കേട്ടുകൊള്ളുവിൻ, അഥവാ നിങ്ങളെൻ്റെ ഉപദേശം കേട്ടുകൊള്ളുവിൻ എന്നാണ് ആ ഓടി വന്ന മനുഷ്യൻ പറയുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം നിഷ്പക്ഷനായ ഒരു ഗുണകാംക്ഷി എന്ന നിലക്ക് അദ്ദേഹം ദൂതന്മാരെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. പിന്നീട് അവർ പ്രബോധനം ചെയ്യുന്ന തൗഹീദ് സ്വീകരിക്കാതിരിക്കുവാൻ നിങ്ങൾക്ക് യാതൊരുവിധ നിർവാഹമില്ല എന്നും അതുകൊണ്ട് ഞാൻ അതിൽ വിശ്വസിക്കുന്നവരാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി. അതുപോലെ നിങ്ങളും അത് സ്വീകരിക്കേണ്ടവരാണ്, അത് സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. പക്ഷേ ആ ജനത ഇതൊന്നും ചെവി കൊണ്ടില്ല എന്നാണ് നമുക്ക് അടുത്ത വചനങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. അള്ളാഹു അവൻ്റെ സൽവൃത്തരായ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.